ഷിരൂർ ദൗത്യത്തിന്റെ 11ാം ദിനത്തിൽ കരയിലും ഗംഗാവലി പുഴയിലും തെരച്ചിൽ നടക്കുന്നു. അടിയൊഴുക്ക് പരിശോധിക്കാൻ നേവി സംഘം പുഴയിൽ പരിശോധന നടത്തുന്നു. ഡ്രോൺ പരിശോധനയും തുടങ്ങി. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ മന്ത്രിമാരായ മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും ഷിരൂരിലേക്ക് പുറപ്പെട്ടു. ഹാഷ്മി താജ് ഇബ്രാഹിം, ഷഫീദ് റാവുത്തർ, S ശ്രീകാന്ത് എന്നിവരാണ് തത്സമയ വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം ഹാഷ്മിയിലേക്ക്. ഹാഷ്മി, നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെ? വേണു, പ്രത്യാശയോടെ ഏതെങ്കിലും വാർത്ത നൽകാനുണ്ടെങ്കിൽ ആ വാർത്ത ഈ ഷിരൂരിൽ നമ്മൾ ഇവിടെ വന്നിട്ട് ദിവസങ്ങൾ കുറേയായി. ആ ദിവസങ്ങളിൽ ആദ്യമായി ഒരു കരുത്തുള്ള വെയിൽ വരുന്നു എന്നുള്ളതാണ്. എന്ന് നമ്മൾ ഈ ദിവസങ്ങൾ അത്രയും ഇവിടെ നിൽക്കുമ്പോൾ ചെറിയ നിലാവ് പോലുള്ള വെയിലല്ലാതെ ചൂടുള്ള സൂര്യനൊക്കെ ഉദിക്കുകയോ കാണുന്ന ഒരു വെയിൽ കണ്ടിരുന്നില്ല. ഇത് ചൂട് തോന്നിക്കുന്ന അതിശക്തമായ ഒരു വെയിൽ കുറച്ച് സമയം നിലനിന്നിരുന്നു. അതൊരു കാലാവസ്ഥാ മാറ്റമാണോ എന്ന കാര്യം നമുക്കറിയില്ല. പക്ഷെ നമ്മൾ ആദ്യമായി ഇവിടെ വന്നതിന് ശേഷം ഈ സംഭവ പരമ്പരയിൽ ആദ്യമായി എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ഈ വെയിൽ. അത് കാലാവസ്ഥ മാറ്റമാണെങ്കിൽ, അത് മഴ മാറി നിൽക്കുകയാണെങ്കിൽ, ഒരു ദിവസമെങ്കിലും മഴ മാറി നിൽക്കുകയാണെങ്കിൽ അത് ഉറപ്പായും ഈ ദൗത്യത്തിനൊരു ശുഭസൂചനയാണ്. പക്ഷെ വിശ്വസിക്കാൻ കഴിയില്ല വേണു, ഇത് ഈ ഷിരൂരിലെ കാലാവസ്ഥ നമ്മൾ വിചാരിച്ചിരിക്കാത്ത സമയത്ത് പെട്ടെന്ന് സ്വിച്ചിട്ട മാതിരി കാലാവസ്ഥ മൊത്തത്തിൽ മാറുന്ന ഒരു പ്രത്യേക സാഹചര്യം ഇവിടെയുണ്ട്. നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഇപ്പോൾ നടക്കുന്നത് അവിടെ ഈ റാമ്പ് നിർമ്മാണം, ഈ പ്ലാറ്റ്ഫോം നിർമ്മാണം അടക്കം ഏത് രീതിയിൽ നടത്താൻ കഴിയുമെന്നാണ് ആലോചന. ഇന്നലെ രാത്രി ഈ റാമ്പ് നിർമ്മാണം എന്ന് പറഞ്ഞാൽ ഈ ലക്ഷ്മണന്റെ കട മുതൽ നമ്മുടെ ഈ സ്പോട്ട് 1 സ്പോട്ട് 2 എന്ന് പറയുന്ന ആ സ്ഥലം വരെ കരയിൽ നീളത്തിൽ ഒരു റാമ്പ് നിർമ്മിക്കുക എന്ന ആലോചന ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി അവർ ആലോചിച്ച പ്രകാരം ആ പ്ലാൻ വർക്കൗട്ട് ആവുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. മറ്റെന്താണ് വഴി, ഈ സേന എക്സവേറ്റർ അങ്ങോട്ടേക്ക് എത്തിക്കാൻ എന്താണ് വഴി എന്നുള്ള ആലോചനകൾ ഇപ്പോൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നേരത്തെ വീണ്ടും പറഞ്ഞ പോലെ നദിയിലെ ഒഴുക്ക് പരിശോധിക്കുക തന്നെയാണ് പലയാവർത്തി റിസ്ക് അനാലിസിസ് എന്ന് പറയുന്ന മട്ടിൽ നേവി സംഘം നദിയിലെ ഒഴുക്ക് ഓരോ അവർലി അത് കൃത്യമായി പരിശോധിക്കുകയാണ്. അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ആ കുത്തൊഴുക്കിൽ ഒരു കാര്യമായ കുറവില്ല എന്നുള്ളത് തന്നെയാണ്. 8-9 റേഞ്ചിൽ തന്നെ അങ്ങനെ 8-9 നോട്ട് റേഞ്ചിൽ തന്നെ അങ്ങനെ നിൽക്കുകയാണ് നദിയിലെ കുത്തൊഴുക്ക്. ആ കുത്തൊഴുക്ക് ഒരു 2-3 ഗണ്യമായി കുറയാതെ നേവി ഡൈവർ സംഘത്തിന് അകത്തേക്ക് എത്തുക അസാധ്യം എന്ന് തന്നെ പറയുന്നു. അത് പ്രോബബിൾ അല്ല, അത് ഇമ്പോസിബിൾ എന്ന് തന്നെ അവർ പറയുകയാണ്. അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് സൂയിസൈഡൽ എന്ന് ഇന്നലെ മേജർ ജനറൽ ഇന്ദ്രപാലൻ നമ്മളോട് പറയുകയും ചെയ്തിരുന്നു. അതിനുവേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ 2-3 ഒരു 4 കുറയുക എന്നുള്ള ആഗ്രഹത്തിൽ അവർ വെയിറ്റ് ചെയ്യുന്നു. അതിനുവേണ്ടി അവർ നിരന്തരം ഗംഗാവലി പുഴയെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചില ഉന്നത യോഗങ്ങളകത്ത് ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. എസ് പി കളക്ടർ, ദൗത്യ സംഘത്തിന്റെ മേധാവി അടക്കമുള്ളവർ ചേർന്നുള്ള ചില ദൗത്യങ്ങൾ, എന്താണ് ഇനി മുന്നോട്ടുള്ള വഴി, ഈ കുത്തൊഴുക്ക് ഇങ്ങനെ തുടരുന്ന സാഹചര്യത്തിൽ എന്താണ് അടുത്ത ഒരു വേ ഔട്ട് എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം കാർവാർ MLA അടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വേണു, ഏറ്റവും സുപ്രധാനം മറ്റൊരു കാര്യം, അല്പസമയത്തിനകം നമ്മളെ മാധ്യമങ്ങളെ ഈ ദുരന്ത ഭൂമിയിലേക്ക് ഒരിക്കൽ കൂടി കടത്തിവിടാമെന്ന് അറിയിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഈ ദിവസങ്ങളിൽ കർശനമായ സുരക്ഷാ നിയന്ത്രണമാണ് മാധ്യമങ്ങൾ അടുപ്പിക്കുന്നത്. നമ്മൾ പക്ഷേ ഒരു പോലീസിന്റെ സ്പെഷ്യൽ പെർമിഷനിൽ ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്തുകയും അവിടുത്തെ കാര്യങ്ങൾ പ്രേക്ഷകരോട് പറയുകയും അവിടുത്തെ സെർച്ചിന്റെ വിശദാംശങ്ങൾ നമ്മൾ പ്രേക്ഷകരെ കാണിക്കുകയും ചെയ്തതാണ്. അത് പക്ഷേ ഒരു സ്പെഷ്യൽ പെർമിഷൻ ആയിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്നിപ്പോൾ എല്ലാ മാധ്യമങ്ങളെയും ഇതുവഴി അകത്തെ കടത്തിവിടുമെന്ന് അറിയുന്നുണ്ട്. അവിടുത്തെ ഈ പറഞ്ഞ എക്സ്കവേറ്ററിന്റെ പ്രവർത്തനം കുറച്ചുകൂടി കാണിക്കുക എന്നതിന് ഉദ്ദേശം. വേണം ഉറപ്പായും ഇപ്പോൾ മാധ്യമങ്ങൾക്ക് എല്ലാം കെട്ടിയടച്ചുകൊണ്ട് പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ അതിനകത്തേക്ക് വിടാം എന്ന് ജില്ലാ ഭരണകൂടം തീരുമാനിക്കുന്നു. അത് ജില്ലാ ഭരണകൂടത്തിന് പുറം ലോകത്തെ അറിയിക്കാൻ ചില കാര്യങ്ങൾ അവർക്ക് ആഗ്രഹമുള്ള ചില കാര്യങ്ങളുണ്ട് എന്നത് തന്നെയാണ്. അത് ഉറപ്പായും അങ്ങനെയാണ്. പക്ഷേ നമുക്ക് അവിടെ പോകുമ്പോൾ എന്താണ് അവിടുത്തെ യഥാർത്ഥമായ അവസ്ഥ എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയും. അല്പസമയത്തിനകം അതിനകത്തേക്ക് പോകാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷ. അരമണിക്കൂറിനുള്ളിൽ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും, എല്ലാവരെയും അങ്ങോട്ട് കൊണ്ടുപോകും എന്നറിയിക്കുന്നുണ്ട്. വീണ്ടും എന്തായാലും ഇന്നിപ്പോൾ നമ്മൾ ഒരു 7ാം നാൾ മുതൽ കരയിലെ ആ പ്രവർത്തനം പൂർണ്ണമായി വൈൻഡപ്പ് ചെയ്ത് പുഴ 100% പുഴയിലേക്ക് കേന്ദ്രീകരിച്ചിരുന്നു. ഇന്നലെ മുതൽ സാഹചര്യം അതല്ല. ഇന്നലെ മുതൽ ഈ ലക്ഷ്മണന്റെ കട കേന്ദ്രീകരിച്ചുള്ള കൂടുതൽ പരിശോധനകൾ നടക്കുകയാണ്. ഇപ്പോഴും ആ എക്സ്കവേറ്റർ അവിടെ മണ്ണ് മാന്തിക്കൊണ്ട് അവിടെ കൂടുതൽ പരിശോധന നടക്കുന്നുണ്ട്. അതിന് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അർജുൻ ഈ കടയിലേക്ക് ചായ കുടിക്കാൻ, ഭക്ഷണം കഴിക്കാൻ കയറിപ്പോയി എന്ന ഒരു ദൃക്സാക്ഷി മൊഴി തന്നെയാണ്. മാത്രമല്ല കടയിലുണ്ടായിരുന്ന 4 പേരിൽ അല്ലെങ്കിൽ 4 പേരുണ്ടെന്ന് അനുമാനിക്കുന്നതിൽ ബാക്കി 3 പേരുടെ വിവരങ്ങൾ കിട്ടുമ്പോഴും 4ാമത്തെ ആൾ ആരാണ് എന്നതിലേക്ക് എത്തുകയാണ്. 4ാമത്തെ ആൾ അർജുനാണോ എന്ന വളരെ തകൃതിയായിട്ടുള്ള പരിശോധന കൂടി അവിടെ സമാന്തരമായി നടക്കുന്നുണ്ട്. പിന്നെ ഈ തെർമൽ സ്കാനിംഗ് അടക്കമുള്ള ഡ്രോൺ സംവിധാനങ്ങളാണ് ഏറ്റവും ഒടുവിൽ വരുന്ന അവരുടെ റിപ്പോർട്ട്. നമ്മളത് വായിച്ചാൽ അതിസങ്കീർണമായ കാര്യങ്ങൾ, അത് കുറച്ച് സങ്കീർണമായി അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ കൂടിയും അതിന്റെ ആകത്തുക ഇന്നലെ രാത്രി നടന്ന പരിശോധനയിലും കാര്യമായ വിവരങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ്. ഈ സ്പോട്ട് 2 സ്പോട്ട് 3 മേഖലകളിൽ നിന്ന് കാര്യമായ വിവരങ്ങൾ ഇപ്പോഴും ഈ ഡ്രോൺ അത്യാധുനിക 24 മീറ്റർ ആഴത്തിലൊക്കെ കൃത്യമായ വിവരങ്ങൾ നൽകുന്ന അത്യാധുനിക ഡ്രോൺ സൗകര്യത്തിന് കൃത്യമായ വിവരങ്ങൾ കിട്ടുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ അതിൽ സ്പോട്ട് 1 കൂടുതൽ സ്പോട്ട് 2 ഹോമോജീനിയസ് കണ്ടന്റ് ഉണ്ട് എന്ന് പറയുന്നതല്ലാതെ കുറച്ചെങ്കിലും ക്ലാരിറ്റി ഉള്ള സ്പോട്ട് 2 ആണെന്ന് പറയുന്നതല്ലാതെ
നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ അർജുൻ എവിടെ എന്ന നമ്മുടെ കാതലായ ചോദ്യത്തിന് ഉത്തരം ഇന്നലെ രാത്രി നടന്ന തെർമൽ സ്കാനർ ഉപയോഗിച്ചുള്ള ഈ ഡ്രോൺ സംവിധാനത്തിലും ആ മറുപടി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇനിയുള്ള പ്രതീക്ഷ ഈ മഴ മാറി നിൽക്കൽ തന്നെയാണ്. നമ്മൾ ഒരു ഉന്നത ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്നുണ്ടായിരുന്നു വേണു. അവർ പറയുന്നത് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഈ കാലാവസ്ഥ ഈ കുത്തൊഴുക്ക് മാറും വരെ ധൃതി പിടിച്ചിട്ട് കാര്യമില്ല, കുത്തൊഴുക്ക് മാറണം എന്നാണ് അവർ പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ ശരിയുമാണ്. നമ്മുടെ ഈ ദൗത്യം ഇനി ഒരൊറ്റ അടിയെങ്കിലും മുന്നോട്ട് പോകണമെങ്കിൽ ഈ പറയുന്ന ഡ്രോൺ പരിശോധന ഇൻഫർമേഷൻസ് കുറേ അധികം കിട്ടുന്നുണ്ടെങ്കിലും ഇനി എന്ത് കിട്ടിയെന്ന് പറഞ്ഞാലും നമ്മുടെ ദൗത്യം മുന്നോട്ടേക്ക് പോകണമെങ്കിൽ അക്ഷരാർത്ഥത്തിൽ ആ ക്യാബിനുള്ളിൽ നമ്മുടെ ദൗത്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒറ്റ ചോദ്യമാണ് ക്യാബിനുള്ളിൽ അർജുൻ ഉണ്ടോ എന്നതാണ്. അർജുൻ്റെ ആരോഗ്യാവസ്ഥ ഏതവസ്ഥയിലാണെന്നുള്ളതാണ്. ആ ചോദ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഈ ഒഴുക്ക് കുറയുക എന്നത് മാത്രമാണ് ഏക വഴി. മറ്റേതെങ്കിലും തരത്തിലുള്ള ബി പ്ലാനുകളെ കുറിച്ച് ആലോചനകൾ സജീവമായി നടക്കുന്നുണ്ടെങ്കിലും അതിൽ പുരോഗതി ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൽ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലാൻ ചെറിയ ടണലുകൾ കെട്ടിക്കൊണ്ട് നദിയുടെ ഒഴുക്ക് ഗതി മാറ്റുക എന്നുള്ള ഒരാലോചന ഉണ്ടായിരുന്നു. നമ്മുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് ദ്രുതഗതിയിൽ പാലങ്ങളൊക്കെ നിർമ്മിക്കുന്ന എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്, ആർമിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് അത് വലിയ പുത്തരിയല്ല, വലിയ പാടുണ്ടാവില്ല എന്നൊക്കെ നമ്മൾ വിലയിരുത്തിയെങ്കിൽ കൂടിയും ഗംഗാവലിപ്പുഴയുടെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ആ ഗതിമാറ്റൽ ടണൽ കെട്ടി അല്ലെങ്കിൽ ടണൽ ഇറക്കിയുള്ള ഗതിമാറ്റൽ അത്രത്തോളം പ്രാക്ടിക്കൽ അല്ല എന്നറിയാൻ കഴിയുന്നു. ആ പ്ലാനും ഏതാണ്ട് വഴിമുട്ടിയ അവസ്ഥയാണ്. പിന്നീട് ആണ് പ്ലാറ്റ്ഫോം നിർമ്മിച്ച് ഈ പറയുന്ന ഫണ്ടൂൺ എന്ന് പറയുന്ന റിവർ വലിയ എയർ ബാഗുകൾ ഇട്ടുകൊണ്ട് അതിന്റെ മുകളിൽ എക്സ്കവേറ്റർ കയറ്റി വെക്കാനുള്ള പ്ലാൻ, അതും ആലോചനാ ഘട്ടത്തിൽ മാത്രമാണ് ഇപ്പോൾ നിൽക്കുന്ന കാര്യം. ഈ റാമ്പ് നിർമ്മാണം അവിടെ വലിയ പ്രതിസന്ധിയിലാണെന്ന് പറഞ്ഞാൽ മണ്ണ് അത്രമേൽ ഇളകി എന്താണ് പഞ്ഞി പോലെ കിടക്കുന്ന അവസ്ഥയാണ്. അവിടെ ഒരു കട്ടിക്കൊരു റാമ്പ് നദിയോട് ചേർന്ന് ഉണ്ടാക്കൽ അത് വലിയ ഭഗീരഥ പ്രയത്നമാണ്. അത് ഏത് രീതി നടക്കുമെന്ന് അറിയില്ല. എന്തായാലും 11-ാം നാളും കാര്യമായ ദൗത്യത്തിൽ കുറേ അധികം വിവരങ്ങൾ കിട്ടുന്നുവെങ്കിൽ കൂടി ദൗത്യത്തിൽ കാര്യമായൊരു പുരോഗതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് മറുപടി. ആകെയുള്ള പ്രതീക്ഷ ഈ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വെയിൽ വരുന്ന ഈ കാലാവസ്ഥ ഇങ്ങനെ തുടർന്നാൽ ഒരുപക്ഷെ കുത്തൊഴുക്ക് കുറയുമെന്നാണ് പ്രതീക്ഷ. നമ്മൾ ഇതിന് ഓപ്പോസിറ്റുള്ള നദിക്കപ്പുറമുള്ള ഒളവറ ഗ്രാമത്തിലേക്ക് പോയപ്പോൾ അവിടുത്തെ ആൾക്കാരോട് നമുക്കറിയാവുന്ന ഇവിടെ വന്നതിന് ശേഷം പഠിച്ച കന്നഡയിൽ അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, അവർ പറയുന്നത് ഇത് ഈ മാസം നമ്മളവിടുത്തെ കർക്കിടക മാസം പോലെ ഒരു പേര് പറഞ്ഞു, എനിക്ക് ആ പേരങ്ങോട്ട് കിട്ടിയില്ല. ഈ മാസം ഈ നദി ഇങ്ങനെയാണ് എന്ന് പറയുകയാണ്. ഈ മാസം ഈ നദി ഇത്തരത്തിൽ മനസ്സിലാക്കിയ കാര്യമാണ് പറയുന്നത്. ഈ മാസം ഈ ഗംഗാവലിപ്പുഴ ഇത്തരത്തിൽ ഒഴുകൽ തന്നെയാണ്. അതിനുശേഷം അതിനൊരു കുറയുള്ളൂ എന്ന് അവിടുത്തെ ഗ്രാമവാസികൾ നമ്മളോട് ഒരു കർഷക കുടുംബം നമ്മളോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനടക്കം ആ വിവരങ്ങളൊക്കെ ഈ ദൗത്യ സംഘത്തിന് കിട്ടുന്നുണ്ട്, കൃത്യമായി തന്നെ കിട്ടുന്നുണ്ട്. അതടക്കം എന്താണ് ആലോചന, എന്താണ് ദൗത്യത്തിലേക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനുള്ള ഒരു ആലോചന എന്നതിനെക്കുറിച്ച് അതിശക്തമായ ആലോചന നടക്കുന്നു. ഇന്നും ഒരുപക്ഷെ ദൗത്യ സംഘം വൈകിട്ട് മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിക്കുകയാണ്. അതിനകത്തെ കടക്കുകയാണ് വേണു അല്പസമയത്തിനകം. അതിനകത്ത് ഒരുപക്ഷെ കാർവാർ SP കളക്ടർ അടക്കമുള്ളവരുണ്ട്. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മളെ അറിയിക്കാൻ വേണ്ടിയാകണം അങ്ങോട്ടേക്ക് വിളിക്കും, ചില കാര്യങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയാകണം. എന്തായാലും നമ്മൾ അകത്തേക്ക് പോകട്ടെ. അപ്പോൾ അകത്തേക്ക് പോയിട്ട് കൂടുതൽ അവിടുത്തെ വിശദാംശങ്ങൾ പ്രേക്ഷകർക്ക് നൽകാനും കഴിയും. വേണു. ശരി, ഹാഷ്മി താജ് ഇബ്രാഹിമാണ് ഷിരൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.